അമ്മയും മിണ്ടാതിരി, ഡോക്ടർ പറഞ്ഞാൽ മതി. സ്നേഹമുള്ള DCN കൂട്ടുകാരെ, എല്ലാവരും ഉണ്ണാനിരുന്നില്ലേ? എത്ര നേരമായി നിന്നെ ഒരുമിച്ചുണ്ണാൻ വിളിക്കുന്നു? ഒന്ന് വന്നിരിക്കും മോനെ. എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു. എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാ. എൻ്റെ ക്ലാസ്സിൽ പലരും ഡയറ്റ് നോക്കുന്നുണ്ട്. മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു. ഓ പിന്നെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് ഡയറ്റ് നോക്കുന്നത്. ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം, അതും സമയത്ത് കഴിക്കണം. വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ച് കഴിക്കുകയും വേണം. കുറച്ച് ശബ്ദത്തിൽ അച്ഛൻ നയ വ്യക്തമാക്കി. ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തുപോയ അരുൺ നേരം നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത്. മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൺ അത്താഴം കഴിക്കാൻ ഇറങ്ങി വന്നില്ല. അമ്മ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. അവൻ ദേഷ്യത്തോടെ നോ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ വായ നിലവിളിച്ചുകൊണ്ടാണ്. വയർ കുത്തിക്കറിയുന്ന അവന് വലിയ വയറുവേദനയായിരുന്നു. അച്ഛൻ്റെ കൂടെ ആശുപത്രിയിലെത്തി പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ എത്തി. അരുണിന്റെ പാൻക്രിയാസിന് നീരുണ്ട്, ബയോപ്സിക്ക് വിടണം. അരുണിന്റെ ആമാശയും ഉദരത്തിലെ മറ്റ് അവയവങ്ങളും മലിനമാണത്രേ. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന അച്ഛനും യെസ് സാർ എന്ന് അരുണും പറഞ്ഞു. കളിക്കാനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവൻ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിന്റെ അടിമകളായി മാറിയിരുന്നു. വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്നും പരാതിയാണ്. കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിന് ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. കൂട്ടുകാരെ, നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണോ? ഉമാമി എന്ന ജപ്പാൻ വാക്കിന് കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം. തക്കാളി, പനീർ, മട്ടൻ, ചിക്കൻ, മത്സ്യം, കൂൺ, കടൽ, പായൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ്. എന്നാൽ രുചി കൂട്ടാനായി മോണോസോഡിയം ഗ്ലൂമാമേറ്റ് MSG എന്ന അജിനോമോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിൽ അരുണും കൂട്ടുകാരും ഒട്ടേറെ പേരും. ഇന്ന് കുട്ടികൾ യുവജനങ്ങളെ മാത്രമല്ല മുതിർന്നവരും MSGയിലൂടെ നിർമ്മിക്കുന്ന ഉമാമിക്ക് അടിമകളല്ല. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നാടൻ ഭക്ഷണം ഇന്ന് ആർക്കും വേണ്ട. ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണെന്ന് പറയുമ്പോഴേ നാവിൽ വെള്ളം ഉണർത്താൻ അജിനോമോട്ടോയുടെ ഉമാമിക്ക് കഴിവുണ്ട്. നൂഡിൽസ്, ഫ്രൈഡ് ചിക്കൻ, ബർഗർ പാറ്റീസ്, ഫ്രോസൺ മോസസ്, ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും MSGയുടെ കൃത്രിമ രുചിയും വിഷമയമായ നിറങ്ങളുടെ പൊടികളിലും ആസിഡും എല്ലാം അമിതമായി അളവിൽ ചേർക്കുന്നുണ്ട്. ചിപ്സ്, ലേസ്, കുക്കറി, നാച്ചോസ്, ചീസ് ബോൾസ്, പബ്സ്, പാനിപ്പൂരി മസാലകൾ, പോപ്കോൺ തുടങ്ങി കുട്ടികളുടെ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളും ആസിഡുകളും MSGയിലും ചേർക്കുന്നുണ്ട്. നമ്മുടെ നാടൻ ചോറും കറികളും, നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടവും കടലയും ചെണ്ടക്കപ്പയും കാന്താരിമുളകും ഉള്ളിച്ചമ്മന്തിയും ഒക്കെ കഴിച്ച് നല്ല മസിലുമായി കല്ലിനോടും മഞ്ഞിനോടും പടവെട്ട് വളരുന്ന കേരം തിന്നുന്ന ഈ കേരള നാടിൻ്റെ തനത് ഭക്ഷണ ശൈലികളും രുചികളുമൊക്കെ കുഴിമന്തിയുടെ കുഴിയിട്ട് മൂടുന്നത് ആരാണ്? കൂട്ടുകാരെ, ഭക്ഷണം ഒരു സംസ്കാരമാണ്. ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം. അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം. അതിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അച്ഛനമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല. വയറും തിരുമ്മി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാകൂ. നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷണവും മണിയെന്ന് പറയാം. അമ്മക്കറികളുടെ രുചിയും ആവിക്കാർന്ന ചോറിൽ ഒരു തുള്ളി എണ്ണയിൽ നിൽക്കും പുരട്ടി അമ്മ വായിക്കുന്ന ചോറുരുളുകളുടെ അരുളകളും നമ്മുടെ ആരോഗ്യത്തിന് നിയമവാലിയാകട്ടെ. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.